ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു സ്റ്റിച്ച് ചെയ്യുന്നതിൽ ബീഡ്സ് വെച്ച് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ബേസിക് സ്റ്റിച്ചിൽ വരുന്ന ഒരു സ്റ്റിച്ചാണ് സ്റ്റെം സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്റ്റെം സ്റ്റിച്ച് വെച്ച് തന്നെ നമുക്ക് ബീഡ്സ് വെച്ച് ചെയ്യാം. ആ ബീഡ്സ് വെച്ച് ചെയ്യുന്ന രീതിയാണ് നമ്മളിപ്പോൾ ത്രെഡ് വെച്ചാണ് സ്റ്റെം സ്റ്റിച്ച് ചെയ്യുന്നതും. അപ്പം ബീഡ്സ് വെച്ച് നമ്മൾ ത്രെഡ് ചെയ്യുന്നത് പോലെ തന്നെ, പക്ഷേ ഇതിൽ ഓരോ ത്രെഡിൻ്റെ ആദ്യം ഒരു 3 ബീഡ്സ് എടുക്കുക. ആ ബീഡ്സ് എടുത്ത് അതേപോലെ സ്റ്റെമ്മിന് താഴെ കുത്തിയിട്ട് അതിൻ്റെ ഇടയിലായിട്ടാണ് നീഡിലെടുക്കുക. അപ്പോൾ സ്റ്റെം സ്റ്റിച്ചിൻ്റെ ഒരു സ്റ്റിച്ച് പോലെ കിട്ടും. ഒരു ഫ്ലവറൊക്കെ ചെയ്യുമ്പം അതിൻ്റെ സ്റ്റെമ്മിലൊക്കെയും ഡിസൈൻ ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ് സ്റ്റെം സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടൊരു സ്റ്റെം വർക്കായിട്ട് നമുക്ക് ആ സ്റ്റെമ്മ് അടിപൊളിയായിട്ട് കിട്ടുകയും ചെയ്യും. ഇതേപോലെ ചെയ്യുമ്പം നമുക്ക് നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ, നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇതിൽ കണ്ടാൽ മനസ്സിലാവും, നമ്മളൊരു 3 ബീഡ്സ് എടുത്തിട്ട് നീഡിൽ ഇതേപോലെ കുത്തി അതിൻ്റെ ഇടയിൽ നിന്ന് സൂചി എടുത്ത് ത്രെഡ് എടുത്ത് വീണ്ടും 3 ബീഡ്സ് എടുത്ത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് ബീഡ്സ് വെച്ച് ചെയ്യുന്ന സ്റ്റെം സ്റ്റിച്ച്. ഇനി അടുത്ത ചെയ്യുന്നത്, നമ്മൾ ത്രെഡ് മാത്രം വെച്ച് എങ്ങനെ സ്റ്റെം സ്റ്റിച്ച് ചെയ്യുന്നതാണ്. അത് ഈ രീതിയും കൂടെയാണ് കാണിച്ചിരിക്കുന്നത്. ത്രെഡ് മാത്രം ഉപയോഗിച്ച് ബേസിക്കായിട്ട് ചെയ്യുന്ന സ്റ്റിച്ചാണ് സ്റ്റെം സ്റ്റിച്ച്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.